ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്ന ഒരു ഡെസേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഡെസേർട്ടിൻ്റെ വീഡിയോ മേക്കിംഗ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഇടാണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. പക്ഷേ ഞാൻ അടുത്ത പ്രാവശ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണെങ്കിലും അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ടിൻ്റെ വീഡിയോ ആണ്. ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഡെസേർട്ടിൻ്റെ മധുരം ഇല്ലെങ്കിലും ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നില്ല ഇതിന്, അതാണ് അതിൻ്റെ അത്ര മധുരം ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഇത് നല്ലൊരു ഡെസേർട്ടാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല ഡെസേർട്ടാണ്. അപ്പം നമുക്ക് മേക്കിംഗ് വീഡിയോയിൽ പോയാലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനാദ്യമായിട്ട് ഫസ്റ്റ് വേണ്ടത് കുറച്ച് സാധനങ്ങൾ പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റും റസ്ക്കും പഞ്ചസാരയും ഒരു പഴവും നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് അത് പൊടിച്ചെടുക്കേണ്ടത്. പഞ്ചസാര ഒരു 2 ടീസ്പൂൺ പൊടിച്ച് വയ്ക്കുക. അതുപോലെ റസ്ക് ഒരു 4-5 റസ്ക് പൊടിച്ച് വയ്ക്കുക. പിന്നെ എലൈറ്റിൻ്റെ റസ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ക്രീം ബിസ്ക്കറ്റ്, അത് മധുരം ഇത്തിരി കൂടിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ക്രീം ബിസ്ക്കറ്റ് എടുത്തത് കേട്ടോ. ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചാര ഇത്തിരി അധികം കൂട്ടി കൊടുത്താൽ മതി. അതുകൊണ്ട് കുഴപ്പമില്ല. ബിസ്ക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ, ക്രീം ബിസ്ക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ബിസ്ക്കറ്റ് ഞാൻ മിക്സിയിലടിച്ച് വെച്ച്, പിന്നെ അതുപോലെ റസ്ക്കും ബിസ്ക്കറ്റും ഇതെല്ലാം മിക്സിയിലടിച്ച് വെച്ചതിന് ശേഷം ഒരു പഴവും കൂടെ മിക്സിയിലടിച്ച് വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ബാറ്ററായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പൊടിച്ച ബിസ്ക്കറ്റ് ഒരു ബൗളിലിട്ടിട്ട് അതിലേക്ക് പഴം മിക്സിയിലടിച്ചത് കൊടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ റസ്ക്കും പൊടിച്ച് വെച്ചതുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബബിൾസ് വരാത്ത രീതിക്ക് നല്ല അത്യാവശ്യം ഒരുപാട് ലൂസാവാൻ പാടില്ല, അത്യാവശ്യം കട്ടിയുള്ള രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇത്തിരി പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യാനുസൃതം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ പാലിൻ്റെ അളവൊന്നും ഇതിൽ പറയണില്ല, നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുക. അതെ, ഇത് കണ്ടോ, ഇതുപോലെ ഈ കൺസിസ്റ്റൻസി വരുന്ന രീതിക്ക് ആണ് നമ്മൾ ബാറ്റർ റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇതാണ് മെയിൻ നമുക്ക് ആവശ്യമുള്ള സാധനം. ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഒരു പാത്രം ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ ആരോ റൂട്ടാണ്. അപ്പോൾ നമുക്ക് മധുരമുള്ള ബിസ്ക്കറ്റ് വേണമെന്നില്ല, ഒരുപാട് മധുരമില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചേർക്കുന്ന ബാറ്ററിന് മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മധുരമില്ലാത്ത ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബിസ്ക്കറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമായിരുന്നു ഫില്ല് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാലിൽ ഡിപ്പ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഫില്ല് ചെയ്തോളാം കേട്ടോ. ബിസ്ക്കറ്റ് ആദ്യത്തെ ലെയർ ബിസ്ക്കറ്റ് നിറച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ അത് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഫില്ല് ചെയ്തിട്ട് കാര്യമില്ല, ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെയും ബിസ്ക്കറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കണം. പാല് ഡിപ്പ് ചെയ്തിട്ട് വെക്കണം. പാല് ഡിപ്പ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണ്ട, കാരണം ബിസ്ക്കറ്റ് ഒന്ന് കുതിർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഒരു 2-3 hours ഫ്രീസ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഓവർനൈറ്റ് വെക്കേണ്ട കാര്യമില്ല. ഒരു 2-3 hours ഫ്രീസ് ചെയ്യാൻ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കഴിച്ച് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോൾ പിള്ളേർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും, മധുരം ഇഷ്ടമുള്ളവർക്കും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാമല്ലോ, നമുക്ക് ഗ്യാസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒരുപാട് പണിയില്ല അത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റാവുന്നതായതുകൊണ്ട് മധുരം ക്രേവിങ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെന്താണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പം ഇനിയും അടുത്ത വീഡിയോ ആയിട്ട്, ഇപ്പോൾ ഡെസേർട്ടിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.